ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കഥാസാഗരം ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ട് വാക്ക്. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിനും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛക്കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചൈനീസ് നാടോടി കഥയാണ്. കഥ കഴിഞ്ഞ് ഒരു ചെറിയ വർത്തമാനത്തിലോട്ട് നമുക്ക് കടക്കാം. അതിനുമുമ്പ് ആദ്യം കഥ കേട്ടോളൂ. ചൈനയിലെ രാജ്ഞിക്ക് 7 മക്കളുണ്ടായിരുന്നു. എല്ലാം പെൺകുട്ടികൾ. ഒരു പുത്രനില്ലാത്ത ദുഃഖം രാജാവിനെയും രാജ്ഞിയെയും അലട്ടിയിരുന്നു. ഒരിക്കൽ ഒരു വയസ്സൻ മാന്ത്രികൻ കൊട്ടാരത്തിലെത്തി. പുത്രനില്ലാത്ത ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന രാജാവിനും രാജ്ഞിക്കും മാന്ത്രികൻ ഒരു ആപ്പിൾ കൊടുത്തു. ഈ ആപ്പിൾ കഴിച്ചാൽ നിങ്ങളുടെ ദുഃഖം മാറും. രാജാവിനും രാജ്ഞിക്കും സന്തോഷമായി. അവർ ആ മാന്ത്രിക ആപ്പിൾ കഴിച്ച് ഏറെ നാൾ കഴിയും മുമ്പേ രാജ്ഞിക്കൊരു ഓമന കുഞ്ഞുണ്ടായി. അതൊരു സുന്ദരൻ ആൺകുഞ്ഞായിരുന്നു. അവനവർ ലീ എന്ന് പേരിട്ടു. കുഞ്ഞു ലീ തൻ്റെ മൂത്ത ചേച്ചിമാർക്കൊപ്പം കളിച്ച് ചിരിച്ച് വളർന്നു. അങ്ങനെ ലീക്ക് 10 വയസ്സായി. അവൻ്റെ 10ാം പിറന്നാൾ ഗംഭീരമായി രാജ്ഞിയും രാജാവും ആഘോഷിച്ചു. ഈ സമയത്ത് പഴയ മാന്ത്രികൻ കൊട്ടാരത്തിലെത്തി. മഹാരാജ്ഞി, നിങ്ങളുടെ മകൻ ലീയെ എൻ്റെ കൂടെ വേഗം പറഞ്ഞയക്കൂ. ഇല്ല, അയ്യോ, ഞാൻ എൻ്റെ പുന്നാര മകനെ എങ്ങും വിടില്ല, രാജ്ഞി പറഞ്ഞു. എങ്കിൽ നിങ്ങളുടെ പെൺമക്കൾ ഒരാളെ എൻ്റെ കൂടെ വേഗം വിട്, അല്ലെങ്കിൽ ലീയെ ഞാനിപ്പോൾ ഒരു കുറുക്കനാക്കി മാറ്റും. മന്ത്രവാദി തൻ്റെ മാന്ത്രിക വടി ചുഴറ്റി. രാജ്ഞി ഭയന്നുപോയി. അവർ കരഞ്ഞു വിളിച്ച് തൻ്റെ മൂത്ത മക്കളെ മന്ത്രവാദിക്കൊപ്പം പറഞ്ഞയച്ചു. മാസങ്ങൾ കഴിഞ്ഞുപോയി. മന്ത്രവാദി വീണ്ടും എത്തി. എവിടെ ലീ? വേഗം അവനെ എൻ്റെ കൂടെ വിട്, അല്ലെങ്കിൽ അവനെ ഞാനൊരു കാക്കയാക്കി മാറ്റും. രാജ്ഞി ആകെ വിഷമത്തിലായി. അങ്ങനെ 2ാമത്തെ മകളെയും കൊണ്ട് മന്ത്രവാദി പോയി. ഓരോ കൊല്ലവും മന്ത്രവാദി രാജ്ഞിയുടെ ഓരോ പെൺമക്കളെയും കൊണ്ടുപോയി. അങ്ങനെ 7 കൊല്ലം കഴിഞ്ഞു. ലീയും ഇളയ സഹോദരിയും മാത്രം ശേഷിച്ചു. മൂത്ത 6 രാജകുമാരിമാരെയും ഒരു കോട്ടയിലെ തടവറയിൽ കൊണ്ടുപോയി മന്ത്രവാദി അടച്ചു. ലീക്ക് 17 വയസ്സ് തികഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരിമാരെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അവൻ്റെ ധീരത കേട്ട് രാജ്ഞിക്ക് സന്തോഷമായി. അവർ മകന് ഒരു മാന്ത്രിക മോതിരം നൽകി. അങ്ങനെ ഒരു ദിവസം മന്ത്രവാദി വീണ്ടും വന്നെത്തി. മുൻപത്തെ പോലെ അയാൾ ലീയെ തൻ്റെ കൂടെ വിടാൻ ആവശ്യപ്പെട്ടു. രാജ്ഞി വിസമ്മതിച്ചു. മന്ത്രവാദിക്കൊപ്പം ഏറ്റവും ഇളയ രാജകുമാരിയെ വിട്ടു. മന്ത്രവാദി തൻ്റെ സഹോദരിയും കൊണ്ടുപോയതിന് പിന്നാലെ ലീ പുറപ്പെട്ടു. മന്ത്രവാദിയുടെ കൂടെ പോയ ഇളയ രാജകുമാരി വഴിനീളെ മാതള നാരങ്ങയുടെ അരികൾ വിതറി. അതിന് പിന്നാലെയാണ് ലീ സഞ്ചരിച്ചത്. അങ്ങനെ നടന്ന് ഒരു കുന്നിൻ ചെരുവിലെ വലിയൊരു കോട്ടയ്ക്കടുത്ത് അവരെത്തി. മന്ത്രവാദി രാജകുമാരിയുമായി കോട്ടയ്ക്കുള്ളിലേക്ക് പോയി. ലീ കോട്ടയിൽ ഒളിച്ചു കിടന്നു. അവിടെ തടവറയിൽ ലീ തൻ്റെ സഹോദരിമാരെ കണ്ടെത്തി. ലീ മാന്ത്രിക മോതിരമെടുത്ത് തിരുമി. പെട്ടെന്നൊരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു. എന്തു വേണം പ്രഭു? ഭൂതം ചോദിച്ചു. എൻ്റെ സഹോദരിമാരെ ഇവിടുന്ന് രക്ഷിക്കണം. ഭൂതം ഒരു മാന്ത്രിക വാൾ അവന് കൊടുത്തു. മന്ത്രവാദിയുടെ നേർക്ക് ലീ വാളുമായി ചാടി വീണു. ലീയും മാന്ത്രികനും തമ്മിൽ ഉഗ്രയുദ്ധം നടന്നു. ലീ വാളുയർത്തി വെട്ടി. മന്ത്രവാദിയുടെ വാൾ 2ആയി ഒടിഞ്ഞു. അയാൾ ഭയപ്പെട്ട് തൻ്റെ മാന്ത്രിക വടി ഉയർത്തി എന്തോ മന്ത്രം ചൊല്ലാനും ശ്രമിച്ചതും ലീ ഒറ്റവെട്ടിന് ആ ദുഷ്ടൻ്റെ കഥ കഴിച്ചു. പെട്ടെന്ന് തന്നെ അവൻ തൻ്റെ 7 ചേച്ചിമാരെയും സ്വതന്ത്രരാക്കി. മാന്ത്രിക മോതിരത്തിലെ ഭൂതം പ്രത്യക്ഷനായി. 8 കുതിരകളെ ലീക്ക് കൊടുത്തു. ലീയും സഹോദരിമാരും സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. ഇത്രയുമാണ് കഥ. ഇതൊരു ചൈനീസ് നാടോടി കഥയാണ്. ചൈനീസ് നാടോടി കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ചൈനീസ് നാടോടി കഥ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. രസകരമായ ഒരു നാടോടി കഥ. ചിലപ്പോൾ ഇതെപ്പോഴെങ്കിലൊക്കെ വായിച്ചു കാണും നിങ്ങൾ.
എവിടെയെങ്കിലും കേട്ട് കാണും. അങ്ങനെ നമ്മളെ രസിപ്പിക്കുന്ന ഒരു നാടോടി കഥ. ഇതിനകത്ത് ലീയുടെ സഹോദരിമാരെ ഒരു മാന്ത്രികൻ തടവറയിൽ അടയ്ക്കുകയാണ്. ലീ വന്ന് അവരെ അവസാനം മോചിപ്പിക്കുകയാണ്. നമ്മുടെ ഉള്ളിലും കുറേയേറെ തടവറകളുണ്ടല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് ആത്മപരിശോധന നടത്തിയാൽ, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ഉള്ളിൽ ഒരു ഭയാനകമായ ഒരു തടവറയുണ്ട്. ആ തടവറ നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഇരുട്ട് മൂടിയ ഒരു തടവറ. അത് നമ്മുടെ ഭയമാണ്. നാം നമ്മെ തന്നെ ആ തടവറയ്ക്കുള്ളിൽ അടച്ചിടാറുണ്ട്. ചിലർക്ക് കണ്ടിട്ടില്ലേ, ഇരുട്ടിനെ ഭയം. ഒരു ഫോബിയസാണ്. ചുറ്റുമുള്ള വ്യക്തികളെ ഭയം. സംശയത്തോടെ നോക്കുന്നു. അവർ തങ്ങളെ ദ്രോഹിക്കുമോ എന്നൊക്കെ ആകുലപ്പെടുന്നവർ. ഒരു ലിഫ്റ്റ് കയറാൻ ഭയക്കുന്നവരുണ്ട്. ട്രെയിനിൽ കയറാൻ ഭയക്കുന്നവരുണ്ട്. വെള്ളം കണ്ടാൽ ഭയക്കുന്നവരുണ്ട്. വിമാനത്തിൽ കയറാൻ ഭയക്കുന്നവരുണ്ട്. അപ്പം അത്തരം തടവറകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ തടവറയിൽ നിന്ന് നാം നമ്മെ തന്നെ മോചിപ്പിക്കേണ്ടിയിരിക്കുന്നു. വലിയൊരു പരിശ്രമം അതിന് ആവശ്യമാണ്. മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്. പെട്ടെന്നൊന്നും ആ ഭയം മാറത്തില്ല. മരണത്തെ ഭയക്കുന്നവരുണ്ട്. പരീക്ഷകളെ ഭയക്കുന്നവരുണ്ടല്ലേ? പരീക്ഷകൾ. ഒരു വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ പരീക്ഷകൾ ഭയമായിരിക്കാം. വല്ലാതെ പരീക്ഷകൾ അടുക്കുമ്പോൾ പനിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. പനി പിടിക്കുന്ന വിദ്യാർത്ഥികൾ, വയറ്റുവേദന വരുന്ന വിദ്യാർത്ഥികൾ, വല്ലാതെ അസ്വസ്ഥപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്റ്റേജിൽ കയറാൻ നമുക്ക് ഏറെ ഭയമാണ് അല്ലേ? പലർക്കുമൊക്കെ ഭയമാണ്. സംസാരിക്കാൻ, ഒരു വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ നമുക്കൊക്കെ ഏറെ ഭയമുള്ളതാണ്. ഒരു പാട്ട് പാടാൻ ചിലപ്പോൾ ഭയപ്പെടുന്നവരുണ്ടാകും. വീട്ടിൽ ബാത്റൂമിലൊക്കെ നല്ല മനോഹരമായിട്ട് പാട്ട് പാടുന്നവർ. ഒരു സ്റ്റേജിൽ ഒരു ആൾക്കൂട്ടം കാണുമ്പോൾ ടും താടകുന്നു, പോയി, എല്ലാ ധൈര്യവും ചോർന്നു. അങ്ങനെ പല പല ഭയങ്ങളിലല്ലേ? ഈ ഭയങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിലും മനോഹരമായ വ്യക്തികളൊക്കെ ആയി മാറുമായിരുന്നു. ഒരു പരിധിവരെ ഭയങ്ങളൊക്കെ ആവശ്യമാണ് നമ്മുടെ സുരക്ഷയ്ക്ക്. നമുക്ക് തീയെ ഭയമില്ലെങ്കിൽ പിന്നെ നമ്മൾ തീയിലുമായിട്ട് കളിക്കും, അല്ലെങ്കിൽ തീയിലോട്ടൊക്കെ ഇടപെടാൻ നമ്മളൊരു മടിയും കാണിക്കാതെ, അല്ലെങ്കിൽ വെള്ളത്തിൽ ഭയമില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ചാടുകയൊക്കെ ചെയ്യും, എന്തും വരട്ടെ എന്നും പറഞ്ഞു. പക്ഷേ അത് ചിലപ്പോൾ നമ്മുടെ മരണത്തിലേക്ക് അതുകൊണ്ട് എത്തിക്കും, മരണത്തിൽ കലാശിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഭയം കുറച്ചൊക്കെ ആവശ്യമാണ്. പക്ഷേ അമിതമായാലോ അതൊരു വലിയൊരു തടങ്കൽ തന്നെയാണ്. നമ്മുടെ വ്യക്തിത്വത്തെ ഒരു തടങ്കലിലിടുന്ന കണക്കാണ്. അതൊരു ഷെല്ലാണ്. അത് പൊട്ടിച്ച് പുറത്ത് വന്നേ പറ്റൂ. അങ്ങനെ ഒട്ടേറെ പേർ തൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഭയങ്ങളുമായിട്ട് ജീവിക്കുന്നുണ്ട്, ഏറെ വിഷമിക്കുന്നുണ്ട്. അതൊരു ജീവിതകാലം മുഴുക്കെ പിന്തുടരുന്ന ഒരു കാര്യമാണ്. എന്തിനെങ്കിലുമൊക്കെ ഭയം കാണും. വളരെ നിസ്സാരമായിട്ടൊക്കെ നമുക്ക് തോന്നുന്ന ഒരു പാറ്റയെ ഭയക്കുന്നവർ കാണും. പാറ്റയെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അയ്യോ എന്ന് നിലവിളിച്ച് ഓടുന്നവർ കാണും. വലിയ ഭയക്കുന്നവർ. പാമ്പിനെ ഓഫ്കോഴ്സ് നമുക്കറിയാം, പാമ്പിനെ നമ്മൾ ഭയക്കേണ്ടതാണ്. പക്ഷേ എങ്കിൽ കൂടി ഒരു അമിത ഭയം പാമ്പിനെ കാണുമ്പോൾ വല്ലാതെ വിറയ്ക്കുകയും വിയർക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കുന്ന ഒട്ടേറെ പേർ കാണും. ഒരു ഫോബിയ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമാർന്ന ഭയങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരാണ് നാം മനുഷ്യർ. അതുകൊണ്ട് തന്നെ യഥാർത്ഥ നമ്മുടെ വ്യക്തിത്വം പലപ്പോഴും പുറത്തു വരാതിരിക്കും. ഭയം നമ്മളെ വല്ലാതെ പിടിച്ച് ഉള്ളിലോട്ട് വരിക്കും. അത്രയ്ക്ക് അത് നമ്മുടെ ജീവിതത്തെ അലോസരപ്പെടുത്താറുണ്ട്. അതിൽ നിന്ന് തീർച്ചയായിട്ടും നാം എല്ലാവരും ശ്രമിക്കേണ്ടത് മോചനം തന്നെയാണ്. പാടാണ്, എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ ഭയത്തെ എങ്ങനെ നേരിടും? വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ ഭയപ്പെടുത്തുന്ന കാര്യമായിട്ട് പരിചയിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പോംവഴി പരിചയിക്കുക, അതിനെ പതുക്കെ അടുത്തറിയാൻ നോക്കുക, അങ്ങനെ അതിനെ അതിജീവിക്കുക അല്ലേ? അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു സൈക്കോളജിസ്റ്റൊക്കെ ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചേക്കാം പലതരത്തിലുള്ള ഭയങ്ങൾ മാറ്റാനായിട്ട്. കുറേ തെറാപ്പികളൊക്കെ ഉണ്ട്. പക്ഷേ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഭയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ അലോസരപ്പെടുത്തുകയും നിങ്ങളെ ഏറെ പിന്നിലോട്ട് വരികയൊക്കെ ചെയ്യും. മുന്നേറാൻ സാധിക്കാതെ വരും. അപ്പോൾ ഭയങ്ങളെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വളരെയേറെ ആവശ്യമാണ്. ഭയങ്ങൾ എന്താണ് നമ്മൾ ഭയക്കുന്നത് അല്ലേ? അതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരാവശ്യകതയാണ്. ഭയങ്ങളെ മനസ്സിലാക്കുക അറിയാം അല്ലേ?
എന്തിനൊക്കെ എനിക്ക് ഭയമുണ്ട്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഭയത്തിൻ്റെ കാരണം. ചിലപ്പോൾ ഭയത്തിൻ്റെയൊക്കെ പിന്നിൽ ഒരു മുമ്പെങ്ങോ സംഭവിച്ച ഒരു തീവ്ര അനുഭവം ഉണ്ടാകും, അല്ലെങ്കിൽ കണ്ട ഒരു കാഴ്ച ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ കാണും. ജനറ്റിക്കായിട്ട് വരുന്ന ഭയങ്ങളുണ്ടാവും. ദുർബലരായ മനസ്സിൻ്റെ ഉടമകളായിരിക്കാം നമ്മൾ. അപ്പോൾ എല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആവശ്യത്തിന് വേണം. പക്ഷേ അധികമായാൽ ഭയത്തിൻ്റെ കാര്യവും അങ്ങനെയാണ്. ആവശ്യത്തിനൊക്കെ നല്ലതാണ്, നമുക്കൊരു ജാഗ്രതയൊക്കെ ഉണ്ടാവും. ആപത്തിൽ നിന്നും ചെന്ന് ചാടാതിരിക്കാൻ ഭയമൊക്കെ കുറച്ചൊക്കെ സഹായിക്കും. പക്ഷെ അത് അമിതമായാൽ വല്ലാത്ത പ്രശ്നമാണ്, അല്ലേ? വല്ലാത്തൊരു പ്രശ്നമാണ്. ആരോഗ്യത്തെയും അല്ലെ മാനസികാവസ്ഥയും എല്ലാം ബാധിക്കും. അപ്പോൾ ഈ കഥയിലൊരു ലീവെന്ന് തടവറയിൽ നിന്ന് തൻ്റെ സഹോദരിമാരെ മോചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഭയങ്ങളെയൊക്കെ അതൊക്കെ അതിൽ നിന്ന്, ആ തണുകൾ പാളയത്തിൽ നിന്ന്, മനസ്സിൻ്റെ തണുകൾ പാളയത്തിൽ നിന്ന് ഈ ഭയങ്ങളെയൊക്കെ മാറ്റണം, അല്ലേ? മോചിപ്പിക്കണം. നാം നമ്മെ തന്നെ മോചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഭയങ്ങളെയൊക്കെ ഒരുവിധം തോൽപ്പിക്കാൻ കഴിഞ്ഞവർക്കൊക്കെ അല്ലേ, ജീവിതത്തിൽ നല്ല വിജയങ്ങൾ അവരെ തേടിയെത്താറുണ്ട്. എനിക്കൊന്ന് ഭയത്തിൽ ഏറ്റവും മോശമായ ഒരു ഭയം എന്ന് പറയുന്നത് ഈ പരാജയത്തെ സ്വീകരിക്കാനുള്ളൊരു ഭയമുണ്ടല്ലോ, അത് വലിയ പ്രശ്നമാണ്. അത് പലപ്പോഴും ആത്മഹത്യയിലേക്ക്, വിജയം മാത്രമല്ല ജീവിതം, പരാജയം, അല്ലേ? പരാജയം കൂടെ ഉണ്ട്. ആ പരാജയത്തെ നമ്മൾ ഭയന്നു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. അപ്പോൾ പരാജയം എന്ന ഭയത്തെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പരാജയം നല്ലതാണ്, അതിനെ സ്വീകരിക്കാനുമൊക്കെ നമ്മൾ മനസ്സുകൊണ്ടൊക്കെ തയ്യാറാവണം, അല്ലേ? അത്തരം പരാജയങ്ങൾ ഒരു വലിയ വിജയത്തിലേക്ക് നയിക്കും. വീഴുക അല്ലേ, വീഴുക, വീണ്ടും പിച്ച് വെച്ച് നീക്കുക, വീണ്ടും വീഴുക, അല്ലേ? അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ധൈര്യമൊക്കെ ഉണ്ടാവും. എത്രയേ ഉള്ളൂ കാര്യമെന്നൊക്കെ നമ്മൾ പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ പരാജയത്തെ പേടിക്കുന്നത് വലിയ ആപത്താണല്ലേ. ഒരു പരാജയം, പരീക്ഷയിൽ തോക്കുമ്പോൾ ഒക്കെ ചില വിദ്യാർത്ഥികൾ ആത്മഹത്യയിലോട്ടൊക്കെ വഴുതി പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അത് പരാജയത്തെ അല്ലേ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ്, സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല, ഇനിയും നമുക്ക് പരിശ്രമിക്കാം, ഇനിയും നമുക്ക് വിജയങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയൊരു തിരിച്ചറിവാണ്, ജീവിതത്തിലെ വലിയൊരു തിരിച്ചറിവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ. പറഞ്ഞ് ഞാൻ എവിടെയൊക്കെയോ എത്തി. ഇനി നിർത്തട്ടെ. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥ, പുതിയ കുറച്ച് വർത്തമാനമായിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഇത്ര നേരം ക്ഷമയോടെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിടവാങ്ങുന്നു. ബോണി ജെ ബേസിൽ.